കേരളത്തിന് പുറമെ അല്ലെങ്കിൽ പാലക്കാടിന് പുറമെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒക്കെ തന്നെയും പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അവിടെയും ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മഹാരാഷ്ട്രയിൽ വൈകിട്ട് 6 മണിക്ക് പോളിംഗ് അവസാനിക്കും. മഹാരാഷ്ട്രയിലെ 288 സീറ്റുകളിലേക്ക് 4136 പേരാണ് ജനവിധി തേടുന്നത്. ജാർഖണ്ഡ് നിയമസഭയിലേക്കുള്ള അവസാനഘട്ട വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. 38 മണ്ഡലങ്ങളിലെ വോട്ടർമാർ ഇന്ന് വോട്ട് രേഖപ്പെടുത്തുകയാണ്. വിനയുണ്ട് വിവരങ്ങളുമായി. വിനയ, നിരവധിയായിട്ടുള്ള സംഭവവികാസങ്ങൾ, മഹാനാടകം എന്ന് തന്നെ പറയാൻ കഴിയുന്ന തരത്തിൽ നിരവധിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുള്ള ഒരിടമാണ്. ഇന്നിപ്പോൾ അവിടെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്തായാലും 2 സംസ്ഥാനങ്ങളിലുള്ള തിരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ബൂത്തുകളിലെല്ലാം തന്നെ ഇപ്പോൾ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഈ രാവിലെ ജോലിക്ക് പോകുന്നവരും മറ്റും ഇപ്പോൾ രാവിലെ തന്നെ പോളിംഗ് ചെയ്യുവാൻ വേണ്ടി ബൂത്തുകളിലേക്ക് തടിച്ചുകൂടിയിട്ടുണ്ട്. പ്രധാനമായും മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇന്ന് പോളിംഗ് നടക്കുന്നത്. നമുക്കറിയാം, ഈ 2 സംസ്ഥാനങ്ങളിലാണെങ്കിലും പ്രധാനമായും ഈ കുടുംബവാഴ്ച ഒരു പ്രധാന പ്രശ്നമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ മഹാരാഷ്ട്രയിൽ രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6 മണി വരെയാണ് നീളുന്നത്. ഈ സംസ്ഥാനത്തുടനീളമായി, മഹാരാഷ്ട്രയിലുടനീളമായി 1,186 പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഈ പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ മഹാരാഷ്ട്രയിലെ 288 സീറ്റുകളിലേക്കായി ആകെ 4186 പേരാണ് ഇന്ന് ജനവിധി തേടുന്നത്. 36 ജില്ലകളിലായി ഭരണകക്ഷിയായ മഹായുതി സഖ്യത്തിന്റെ ഭാഗമായി BJP 149 സീറ്റുകളിലേക്കും, ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന 81 സീറ്റുകളിലും, അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി 59 സീറ്റുകളിലുമായിട്ടാണ് ഈ മഹാരാഷ്ട്രയിൽ പ്രധാനമായും മത്സരിക്കുന്നത്. ഇന്ന് 9.7 കോടി വോട്ടർമാരാണ് ഇന്ന് ജനവിധി എഴുതുന്നത്. ആരാണ് തങ്ങളെ ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇന്നാണ് പ്രധാനമായും. നമുക്കറിയാം, ഈ ഭരണവിരുദ്ധ വികാരമെല്ലാം തന്നെ മഹാരാഷ്ട്രയിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ഭരണകക്ഷിയായ BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡിയും തമ്മിലാണ് മഹാരാഷ്ട്രയിൽ പ്രധാനമായും പോരാട്ടം നടക്കുന്നത്. ഇരു സഖ്യങ്ങളും തമ്മിലാണ് പ്രധാനമായും ഈ മത്സര രംഗത്തുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രചരണം വളരെ ശക്തമായ രീതിയിലായിരുന്നു ഈ സംസ്ഥാനത്തുടനീളം നടന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൂടാതെ ഈ ലോക്സഭ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ഈ സംസ്ഥാനത്തുടനീളം പ്രചരണത്തിനായി രംഗത്തുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളായിരുന്നു മഹാരാഷ്ട്രയിലടക്കം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മഹാരാഷ്ട്രയുടെ ചരിത്രം പറയുകയാണെങ്കിൽ, ഒരു കാലത്ത് ഈ സഖ്യകക്ഷികളായിട്ടുണ്ടായിരുന്ന BJPയും കൂടാതെ ശിവസേനയും കോൺഗ്രസിനും ശരത് പവാറിനും നേതൃത്വത്തിലുള്ള NCPക്കെതിരെയായിരുന്നു മത്സരിച്ചതെങ്കിൽ, പിന്നീട് സീറ്റ് തർക്കത്തെ തുടർന്ന് ഈ മുഖ്യമന്ത്രിയുടെ പങ്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പിളരുകയായിരുന്നു. ഇത്തരത്തിലാണ് പിന്നീട് ഈ മഹാരാഷ്ട്രയിലടക്കം ഒരു കുടുംബവാഴ്ച അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പാർട്ടി അടക്കം പിളരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, 1990-ൽ 141 സീറ്റ് കിട്ടിയതിനു ശേഷം കോൺഗ്രസിന് ഇതുവരെ മഹാരാഷ്ട്രയിൽ 100-ന് മുകളിൽ സീറ്റ് ലഭിച്ചിട്ടില്ല. അതെല്ലാം തന്നെ മനസ്സിൽ കണ്ടു തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം തന്നെയായിരുന്നു മഹാരാഷ്ട്രയിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ വിവിധ ജാതി സമുദായങ്ങൾക്കിടയിലുള്ള വിള്ളലും കർഷക രോക്ഷവും എല്ലാം തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഈ മുന്നണികളെല്ലാം തന്നെ പ്രധാനമായും വിശ്വസിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മഹാരാഷ്ട്രയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസ് ഈ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിലാണെങ്കിലും ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലാണെങ്കിലും തന്നെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ കാഴ്ചവെച്ചിരുന്നു. അതിനു മുന്നോടിയാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി ജനങ്ങളാണ് വിധി എഴുതുന്നത്. തങ്ങളെ ആര് ഭരിക്കണമെന്നത് ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇതാണ് മഹാരാഷ്ട്രയിലുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇനി ജാർഖണ്ഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്.
വിവിധ ബൂത്തുകളിലായി തന്നെ ഇപ്പോഴും തിരക്ക് നീണ്ട ക്യൂ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ജാർഖണ്ഡിലും സജ്ജമാക്കിയിട്ടുണ്ട്. 38 മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത്. അവസാനഘട്ട വോട്ടെടുപ്പാണ് ജാർഖണ്ഡിൽ നടക്കുന്നത്. കഴിഞ്ഞ നവംബർ 13-ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നിരുന്നു. അന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് അവസാനഘട്ട വോട്ടെടുപ്പാണ് ജാർഖണ്ഡിൽ നടക്കുന്നത്. കൂടാതെ തന്നെ 81 അംഗ നിയമസഭയിൽ ശേഷിക്കുന്ന 38 സീറ്റുകളിലേക്കാണ് ജാർഖണ്ഡിൽ ഇന്ന് വിധി എഴുതുന്നത്. 500-ലേറെ പേരാണ് രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനത്ത് ഇന്ന് ജനവിധി തേടുന്നത്. 1.23 കോടി വോട്ടർമാരാണ് ഇന്ന് ഈ പോളിംഗ് രേഖപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ ജാർഖണ്ഡിലാണെങ്കിലും നിരവധി പ്രശ്നങ്ങൾ അലയടിക്കുന്നുണ്ടായിരുന്നു. ഈ പാർട്ടികൾ തമ്മിലുള്ള വിള്ളലുകൾ ജാർഖണ്ഡിലും സഹജം തന്നെയായിരുന്നു. ഈ ജാർഖണ്ഡിൽ പ്രധാനമായും ഈ JM മുന്നണിയും BJP നേതൃത്വത്തിലുള്ള NDAയും തമ്മിലാണ് പ്രധാനമായും മത്സരം നടക്കുന്നത്. ഹേമന്ത് സോറന്റെ ഈ ജാർഖണ്ഡിലാണെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ കാലങ്ങളായി കടന്നു പോകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹേമന്ത് സോറന്റെ തന്നെയായിരുന്നു. ഈ ഹേമന്ത് സോറന്റെ സമീപകാല അറസ്റ്റ്, കൂടാതെ ഈ ദീർഘകാല അംഗമായിരുന്ന ചെമ്പെ സോറൻ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നതെല്ലാം തന്നെ അലയടിക്കുമെന്ന് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ അലയടിക്കുമെന്ന് തന്നെയാണ് പാർട്ടി പ്രധാനമായും വിശ്വസിക്കുന്നത്. കൂടാതെ തന്നെ പല ജില്ലകളിലേക്കും നമുക്കറിയാം ഈ ജാർഖണ്ഡിൽ BJP ഉന്നയിക്കുന്ന പ്രധാന ഒരു പ്രചരണ ആയുധം എന്ന് പറയുന്നത് ഈ ജില്ലകളിലേക്കുള്ള മുസ്ലിം വിഭാഗക്കാരുടെ കടന്നുകയറ്റവും ഹിന്ദു ഈ ആദിവാസി പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്നതും, കൂടാതെ അവരുടെ വസ്തുവകകൾ തട്ടിയെടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടായിരുന്നു ജാർഖണ്ഡിൽ പ്രധാനമായും ഈ BJP നേതൃത്വം NDA നേതൃത്വം ഈ പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ അലയടിക്കുമെന്ന് തന്നെയാണ് ഓരോ പാർട്ടികളും വിശ്വസിക്കുന്നത്. ഈ 2 സംസ്ഥാനങ്ങളായി തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഏകദേശം ജാർഖണ്ഡിൽ ഒരു 4 മണിയോടെ തന്നെ പോളിംഗ് ഏകദേശം അവസാനിക്കുമെന്ന് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇരു സംസ്ഥാനങ്ങളിലും 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നീണ്ട ക്യൂ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 7 മണിയാകുമ്പോൾ തന്നെ നിരവധി ആളുകൾ തടിച്ചുകൂടുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സംഘർഷ സാധ്യതകളെല്ലാം തന്നെ കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ വെള്ളം, കുടിവെള്ളം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 2 സംസ്ഥാനങ്ങളിലും ആണെങ്കിലും ഈ ഭരണവിരുദ്ധ വികാരം മലയടിക്കുമെന്ന് തന്നെയാണ് ഓരോ പാർട്ടികളും വിശ്വസിക്കുന്നത്. പ്രതിപക്ഷമാണെങ്കിലും ഇത്തരത്തിൽ നമുക്കറിയാം ഇപ്പോൾ മണിപ്പൂർ സംഘർഷം അടക്കം തന്നെ ഉണ്ടായിരുന്നു. ഇതിലെല്ലാം തന്നെ ഇപ്പോൾ NDA നേതൃത്വം വലിയ രീതിയിൽ തകർച്ച നേരിടുന്നുണ്ട്, വലിയ രീതിയിൽ എതിർപ്പ് നേരിടുന്നുണ്ട്. അതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഈ പ്രതിപക്ഷം പ്രധാനമായും വിശ്വസിക്കുന്നത്. നമുക്കറിയാം ഈ കേന്ദ്ര മന്ത്രിമാരടക്കം തന്നെ നേരിട്ടിറങ്ങി പ്രചരണം ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കേന്ദ്രമന്ത്രിമാർ തുടങ്ങി പ്രധാനമന്ത്രി അടക്കം തന്നെ ഈ പ്രചരണത്തിന് വേണ്ടി ഇരു സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്ന കാഴ്ചയെല്ലാം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഭരണവിരുദ്ധ വികാരം, കുടുംബവാഴ്ച തുടങ്ങിയവയെല്ലാം തന്നെ ചർച്ചയായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ. അതെല്ലാം തന്നെ ഇന്ന് പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ ഈ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനി ജനങ്ങളുടെ കയ്യിലാണ്. തങ്ങളെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അവരാണ് ഇനി മഹാരാഷ്ട്രയെ ആര് ഭരിക്കണം അല്ലെങ്കിൽ ജാർഖണ്ഡിനെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ദേബി, തീർച്ചയായും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതേ സമാനമായ രീതിയിൽ പാലക്കാടും തകൃതിയായി തന്നെ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ അരമണിക്കൂർ പിന്നിടുമ്പോൾ പാലക്കാടും ശക്തമായിട്ടുള്ള പോളിംഗ് രേഖപ്പെടുത്തുന്നു. എല്ലാ ബൂത്തുകളിലും വലിയ രീതിയിലുള്ള തിരക്കുൾപ്പെടെ അനുഭവപ്പെടുന്നുണ്ട്. സമാനമായ രീതിയിലുള്ള സാഹചര്യം മഹാരാഷ്ട്ര, ഒപ്പം തന്നെ ജാർഖണ്ഡ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടക്കുകയാണ്. ജാർഖണ്ഡിൽ 2ാം ഘട്ട വോട്ടെടുപ്പാണ് നടക്കുന്നത്. വിനയാണ് വിവരങ്ങൾ നൽകിയത്.